ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ദാൽ തടാകത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ദാൽ തടാകം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ എന്താ തന്നെ ഷിഖാര വള്ളങ്ങൾ വരും, പിന്നെ നല്ല മനോഹരമായ ഹൗസ് ബോട്ടുകൾ വരും. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ആകർഷണം. ഇത് കാശ്മീരിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഈ ഷിഖാര വള്ളങ്ങളും കാര്യങ്ങളൊക്കെ. കാണുന്ന കേട്ടോ ഷിഖാര. ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല, ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു ഷിക്കാര കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ദാൽ തടാകത്തിലെത്തി ഷിക്കാരയിൽ കയറി ഷിക്കാരയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഇതിലിരുന്ന് അത്ര അഫക്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ വൈകുന്നേരം വരുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. വൈകുന്നേരം വരുമ്പോഴായിരിക്കും നല്ല വൈബ് പറ്റുവാണ്. ഇപ്പോൾ കാറ്റൊക്കെ കുറവാണ്. വൈകുന്നേരം വരുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കും, അടിപൊളിയായിരിക്കും. കൊള്ളാട്ടോ. ഇവിടെ പല 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 ബഡ്ജറ്റിലുള്ള ഷിക്കാരകളുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഉചിതത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ നമുക്കിതൊക്കെ കാണാം. ചനാറും പൈനും ഒക്കെയാണ് ഈ ദാൽ തടാകത്തിന് അതിരായിട്ട് നിൽക്കുന്ന പ്രധാന മരങ്ങൾ എന്ന് പറയുന്നത്. അതൊരു ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ചനാറിൻ്റെ പച്ചപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല റെഡ് കളറിൽ, നല്ല സ്വർണ്ണ മഞ്ഞ കളറിലൊക്കെ ആവും. അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അസ്തമയത്തിൽ ഈ ലേക്കിലിടിക്കുമ്പോൾ ഒരു അടിപൊളി സീനുണ്ട്. അത് കാണണം. അതെന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. എനിക്കത് കാണാൻ പറ്റിയില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരും. വീണ്ടും ഞാൻ തിരിച്ചു വരും ഈ കാഴ്ച കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഹൗസ് ബോട്ടുകൾ. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്, എന്നാലും ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണിത്. ഗൈസ്, ഇതാണ് അക്ബർ ഫോർട്ട്. ഇത് മുഗൾ സാമ്രാജ്യകാലത്ത് നിർമ്മിച്ചാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ചിരിപ്പിക്കാത്തടാ തെണ്ടി. അതിരാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഒഴുകുന്ന പച്ചക്കറി ചന്തകൾ കാണാൻ സാധിക്കും. അതുപോലെ ഒഴുകുന്ന പൂന്തോട്ടമുണ്ട് ഇവിടെ. അതിൽ താമരപ്പൂക്കൾ വിരിഞ്ഞേക്കുണ്ട്. അതുപോലെ 4 ചിനാർ മരങ്ങളുള്ള ചാർ ചിനാർ എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപുണ്ട്. ഈ ചിനാർ മരങ്ങളുടെ ഇലകൾ ശരത്കാലം ആകുമ്പോഴത്തേക്കും റെഡ് കളറിലും സ്വർണ്ണ മഞ്ഞ കളറിലും ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ദ്വീപിന് ചുറ്റും അടിക്കുമ്പോൾ ഒരു സീനുണ്ട് മക്കളെ. അത് പൊളി വൈബ് സീനാണ്. അപ്പം നമ്മൾ കരയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള സമയമായി. അപ്പം നമ്മൾ ഷിക്കാര യാത്രയൊക്കെ കഴിഞ്ഞ് ദാലിൻ്റെ സൗന്ദര്യമൊക്കെ നുകർന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഇനി നമ്മൾ ലാൽ ചോക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ കാണുന്നുണ്ട്, ഇതാണ് ചിനാർ മരങ്ങൾ. ഫ്രണ്ട്സ്, ഇതാണ് ലാൽ ചോക്ക്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒട്ടനവധി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കുമൊക്കെ വേദിയായിട്ടുള്ള സ്ഥലമാണിത്. ഒട്ടനവധി മാറ്റങ്ങൾക്ക് സാക്ഷിയായ ഒരു ക്ലോക്ക് ടവറാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ലാൻഡ്മാർക്ക് പോലെ നിലനിൽക്കുന്ന ഒരു ക്ലോക്ക് ടവർ. ഇന്നിത് പക്ഷേ കാശ്മീരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു താമരപ്പാടം എന്നൊക്കെ പറയാം. ഇത് കാർഷികാടിസ്ഥാനത്തിൽ ചെയ്തേക്കണയാണ്. നമ്മളിവിടെ ഇറങ്ങി ഇതിൻ്റെ മനോഹാരിത നുകരാൻ. ഇതിൻ്റെ ഇടവഴി താമരയിതൾ കൊഴിഞ്ഞിട്ടുണ്ടല്ലോ. കൊഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നടുക്കത്തെ ഭാഗമില്ലേ, ഒരു മുട്ട പോലെ നിൽക്കണ ഭാഗം, അത് ദേ അവിടെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ പച്ചക്ക് എന്താ കഴിക്കുമെന്ന് തോന്നുന്നത്. ഇത് ഈ സംഭവം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ആൾക്കാർ കൈതട്ടി ഓടിക്കാന്ന് അറിയില്ല. നമുക്ക് താമരപ്പ് കിട്ടിയിട്ടാ. നമ്മളിത് കണ്ടോണ്ടിങ്ങി ഇറങ്ങിയപ്പോഴത്തേനും 2 കൊച്ചുങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. അവരുടെ കയ്യിൽ താമരപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ നമുക്ക് ഒരെണ്ണം തന്നിട്ട് പോയി. അടിപൊളിയല്ലേ? എനിക്കാ പോടോ. അവിടെ ചെന്ന് ആ ചേട്ടനെ ചാക്കിട്ടിട്ട് പുള്ളി കുറച്ച് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. പുള്ളിയുടെ ഈ തോട്ടം എന്നാണ് പുള്ളി പറഞ്ഞു. പുള്ളി ഇത് കാണിച്ചു കൊടുക്കാനുള്ളത്. പുള്ളീനെ പറഞ്ഞു പറ്റിച്ചതാണ്.
ഷൂട്ടിംഗ് ആണ്, വൈറലാവും എന്നൊക്കെ പറഞ്ഞു. പുള്ളി അതുമായിട്ട് വിശ്വസിച്ച്. യാത്ര ചെയ്യാനായിട്ട് ഭാഷയുടെ ആവശ്യമില്ല എന്ന് ഒന്നുകൂടെ തെളിയണ്ട. പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പേടിയായിട്ടുണ്ടെന്ന് പറയാനായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ നിന്ന് പോയാൽ അവൾക്ക് ഹിന്ദിയൊന്നും അറിയില്ല, അയാൾക്ക് മലയാളം അറിയില്ല. പക്ഷേ എന്നിട്ടും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പംചി എന്നാണ് കാശ്മീരിയിൽ പറയുന്നത്. പംചി. പംചി ഇതിന്റെ അകത്ത് സീഡ് ഉണ്ട്. ആ, ഈ സീഡ് കഴിക്കാൻ നമുക്ക് പച്ചയ്ക്ക് തന്നെ. ആ, ഇത് ഉണങ്ങിയിട്ട് എന്തോ പൊരിക്കുന്നതാണ് മക്കാന. ആ, ഈ താമരത്തിന് ഇവിടെ പറയുന്നത് പംചി. പംചി എന്നാണ് താമരത്തിന് പറഞ്ഞത്. അത് ഉണക്കി പൊടിച്ച് കഴിക്കുന്നത്. കണ്ടാ ചേട്ടൻ ചേട്ടൻ ഞങ്ങൾ ഇതെന്താ ജസ്റ്റ് ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയും പറിച്ചോണ്ട് തന്നേക്കണ എനിക്ക് പിള്ളേർക്ക് ഭയങ്കര സ്നേഹമുള്ളവരാ. എന്താ നാം महराजुद्दीन महराजुद्दीन. महराजुद्दीन. ये मेरा यूट्यूब चैनल है. अच्छा अच्छा. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് സോൻമാർഗിലേക്കാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞാൻ വീഡിയോസിലൊക്കെ മാത്രമാണ് ഈ കാശ്മീരിൻ്റെ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ നാട്ടിലെ ഇങ്ങനെയുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, ഈ കൊച്ചും. അപ്പോൾ അതൊക്കെ കാണാനുള്ള, അതിപ്പോൾ കൺമുന്നിലേക്ക് അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. നമ്മൾ സോൻമാർഗ് ടണലിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ഏകദേശം 6.5 കിലോമീറ്റർ നീളമുള്ളൊരു ടണലാണിത്. മഞ്ഞ് വീഴ്ച സമയത്ത് ഈ സോൻമാർഗുമായിട്ട് ബന്ധപ്പെടാൻ ഉണ്ടായിരുന്ന റോഡുകളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് റോഡുകളാണ്. വളവും കുളവുമൊക്കെ ഉള്ള ഭയങ്കര ഡേഞ്ചറസ് റോഡുകളാണ്. അവയൊക്കെ മഞ്ഞ് വീണ് അടഞ്ഞു പോകും. ആ സമയത്ത് ഈ സോൻമാർഗുമായിട്ട് ബന്ധപ്പെടാൻ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ബദലായിട്ട് ഉണ്ടാക്കിയൊരു ടണലാണിത്. അപ്പോൾ ഈ ടണൽ ഉണ്ടാക്കിയ ശേഷം വർഷം മുഴുവൻ സോൻമാർഗുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് ഈ ടണലുള്ളത് കൊണ്ട് സാധ്യമാവും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് സോൻമാർഗിലെ ഒരു ആർമി ക്യാമ്പിലാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ അതിഥികളാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ കഴിക്കാൻ വന്നതാണ്. Come. Come. Salute. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അവലാണ്. അവലും പിന്നെ എന്തോ പീനട്ട്, പിന്നെ ക്യാരറ്റ്, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്.
ഇത് നമ്മൾ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേ ആണ്. നമ്മുടെ ആർമി ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവരാണ് ഞങ്ങൾക്ക് ഇവരെ പരിചയപ്പെടുത്തിയത്. നല്ല ഒരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ബാബയാണ്. 91 വയസ്സുള്ള ആളാണ്, പക്ഷേ ആൾ നല്ല എനർജറ്റിക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മൾ പുറത്ത് ടെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ നമ്മൾ ചെയ്യാതിരുന്നത് നന്നായി. ഇവിടെ കരടിയുടെ ശല്യമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ആ ബാബ പറഞ്ഞു ഇങ്ങനെ കരടി വരാറുണ്ട്, രാത്രി കരടി വരാറുണ്ടെന്ന് പറഞ്ഞു. പട്ടാള ക്യാമ്പിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ രാത്രി ഒരു കരടി വന്നിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒരു ഏരിയയിൽ കരടി വന്നിരുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഈ ബാബയെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞായിരുന്നു. പിന്നെ അവർ മഞ്ഞ് വീഴ്ച സമയമാകുമ്പോഴത്തേക്കും പട്ടാളക്കാർ ആ ക്യാമ്പൊക്കെ പൂട്ടി അവരവിടെ നിന്ന് പോകും. കാരണം അവിടെ 2 ആൾ പൊക്കത്തിൽ മഞ്ഞ് വീഴും. ഈ ബാബയും ഈ ഹോം സ്റ്റേ ഒക്കെ പൂട്ടിയിട്ട് ശ്രീനഗറിലേക്ക് പോകും. പുള്ളി അത്യാവശ്യം നല്ല സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ പുള്ളിയുടെ ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിയയ്ക്ക് വന്ന് താമസിക്കണമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് പട്ടാള ക്യാമ്പിൽ നിന്നാണെങ്കിലും ആ ബാബയുടെ അടുത്ത് നിന്നാണെങ്കിലും ഉണ്ടായത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെ അത്താഴം കഴിക്കാനൊക്കെ അവരങ്ങോട്ട് ക്ഷണിച്ചു. അത്താഴം തന്നു. വിഭവസമൃദ്ധമായിരുന്നു. വയറ് പൊട്ടിപ്പോയി, വേണ്ടാന്ന് പറയാൻ പേടിയായിരുന്നു. അതുകൊണ്ട് മൊത്തം ഇരുന്ന് തിന്നു. പിന്നെ പിറ്റേന്ന് അന്ന് പറഞ്ഞു വിട്ടു, അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്, ഇവിടെ തന്നെ വന്ന് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പോയി കഴിച്ചു. പിന്നെ ഒരുമിച്ച് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു. അതുകൊണ്ട് ഇന്നലെ നമ്മൾ മുന്നോട്ട് പോകുന്നായിരുന്നെങ്കിൽ എന്താ ഈ വഴികളിലൂടെയൊക്കെ പോകേണ്ടി വരുമായിരുന്നു. ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. ആ പാറകളൊക്കെ ഇങ്ങനെ ഭയങ്കര കൂർത്തിരിക്കുന്ന പാറകളാണ്. ഭയങ്കര പാറവീഴ്ച ഉണ്ടാവും എന്ന് അവർ പറഞ്ഞത് കറക്റ്റാണ്. ആർമി ക്യാമ്പിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇവിടെ ഭയങ്കരമായ പാറവീഴ്ച രാത്രിയിലുണ്ടാവും, നിങ്ങൾ പോകാതെ എന്തായാലും നന്നായി, ഇവിടെ തന്നെ നിന്നത് നന്നായി എന്ന് പറഞ്ഞു. അവർ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ വണ്ടികളുമായിട്ട് വരും, ഈ റോഡ് വഴി വരും. എന്നിട്ട് മുന്നിൽ കാണുന്ന പാറകൾ നീക്കി റോഡ് ക്ലിയറാക്കി പോകും. അവർക്കൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്, ആ ഏരിയ വരെയാണ് അവർ പോവുക. പിന്നെ അങ്ങോട്ടേക്ക് അടുത്ത ആർമി ക്യാമ്പിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇവരതൊക്കെ ക്ലിയർ ചെയ്ത് തിരിച്ചു വരും. അതാണ് ഇവരുടെ രാവിലത്തെ ആദ്യത്തെ പണിയെന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ തിരിച്ചിങ്ങോട്ട് പോരാതിരുന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു യാത്ര, നമ്മൾ വല്ലാതെ പേടിച്ചു പോകും. സത്യത്തിൽ ഈ വഴികളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നല്ല പേടിയുണ്ട്. എന്നാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. വഴി കൂടുതൽ മോശമായിട്ട് വരികയാണ്. ഭയങ്കര പേടിയാണ് ഇതുവഴി പോകാൻ. കൂർത്ത പാറകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെയാണ്. അതായത് ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് നമ്മുടെ തലയുടെ മേതെയാണെന്ന് നമുക്ക് തോന്നും. ഇതിൻ്റെ തൊട്ട് താഴെ കൂടെയാണ് നമ്മൾ പോണേ കേട്ടോ. കുറച്ചുകൂടെ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഭയങ്കരമായിട്ട് വലിയ പാറകൾ നമ്മുടെ തലമണ്ടയ്ക്ക് മേലെ നിൽക്കുന്നത്. ഇത് ഒഴുകി താഴത്തേക്ക് വരുമോ എന്നുള്ള പേടിയിൽ ചങ്കിടിച്ചാണ് പോണത് മക്കളെ. ഞാനാണ് ക്യാമറ നേരെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു പിടിച്ചേക്കണതാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ തലമണ്ടയ്ക്ക് മേലെ ഇതൊക്കെ തൂങ്ങിക്കിടക്കുന്ന നെഞ്ചിടിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. പേടിയാണ്. ജില്ലയിലാണ്. ഏകദേശം 11,000 അടി പൊക്കത്തായി. സമുദ്രനിരപ്പിൽ 11,000 അടി പൊക്കത്ത്
സോജില പാസിലേക്കാണ്. ഭയങ്കര തണുപ്പാട്ടോ ഇങ്ങോട്ട്. സൂര്യന്റെ ചൂടുണ്ടല്ലോ, എത്തി നമുക്ക് പോലുമില്ല. എത്ര ടൈമായിട്ടുണ്ട്? 11:54. 12 മണി ആറായി. ഇവിടെ ഇപ്പോഴും ഉണ്ടല്ല രാവിലെ ഒരു 7 മണി ടൈമിൻ്റെ ഒക്കെയാണ് ഇപ്പോഴും ഇവിടെ കേട്ടോ. ഫ്രണ്ട്സ്, ഈ കുത്തിയൊലിച്ചൊഴുകി വന്നതുണ്ടോ, ഇത് സിന്ധു നദി കേട്ടോ. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേനും നദികളിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും, മഞ്ഞുരുകി കൂടുതൽ ജലം പുറത്തേക്ക് വരും. രാവിലെ വരുമ്പോൾ ഇത്ര ഉണ്ടാവില്ല. ഫ്രണ്ട്സ്, ഇത് കാർഗിൽ പട്ടണത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. പട്ടണത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് സുരു നദിയാണ് ഒഴുകിപ്പോകുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമല്ലേ കാണാൻ. ആ പട്ടണത്തിനെ ചുറ്റി വലിയ പർവ്വതങ്ങൾ, അതിന് താഴെ ഒരു കൊച്ചു പട്ടണം. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മൾ മുകളിൽ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി താഴത്തേക്ക് നോക്കുമ്പോൾ കിട്ടാൻ. ഇത് കണ്ടോ, എല്ലാ വീടിൻ്റെയും ഷീറ്റ്, മുകളിൽ തകര ഷീറ്റ് ഇട്ടേക്കണ വീടുകളിലൊക്കെ കട്ട പറക്കി വെച്ചേക്കണം. ഇവിടെ നല്ല കാറ്റ് പിടിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ്. കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ കട്ട പറക്കി വെച്ചേക്കുവാണ്, കാറ്റ് പിടിക്കാതിരിക്കാൻ തോന്നണം കേട്ടോ. ഈ കാണുന്ന ബുദ്ധസ്തൂപം കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഒത്തിരി ഈ ഹിമാലയൻ റൂട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രാദേശിക പേര് ചോർത്തൻ എന്നാണ് കേട്ടോ.
ഇത് ഉണ്ടാക്കണതിൻ്റെ പിന്നിൽ വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ശാന്തിയും സമാധാനം ഉണ്ടാകാനും അതുപോലെ യാത്രക്കാരുടെ സംരക്ഷണത്തിനും ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഒക്കെ ആ ഒരു വിശ്വാസം വെച്ചിട്ടാണ് ഇതവർ ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ ടിബറ്റൻ ഫ്ലാഗ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, ഇതിങ്ങനെ കെട്ടി വെക്കുന്നത്. അത് ഇതുപോലെ തന്നെ അതിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട്. അത് കാറ്റടിക്കുമ്പോൾ ആ മന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്ന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ നമ്മൾ ലാമയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. നമ്മളപ്പോൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ലേയിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നടന്നില്ല. അവിടെ നിന്ന് കയറിയപ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ല മോശമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങ് വന്നപ്പോൾ റോഡ് കുഴപ്പമില്ലാണ്ടായി. പക്ഷെ നമുക്ക് ഒരു 7:30 ഒരു വണ്ടി ഓടിച്ചു. പിന്നെ ലൈറ്റൊക്കെ പോയി. പിന്നെ ഈ സ്ഥലം തൊട്ട് റോഡ് ഭയങ്കര മോശമായി തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ഡേഞ്ചറായിട്ടുള്ള വഴിയായിരുന്നു. അപ്പോൾ കുറച്ച് ഇരുട്ട വന്നപ്പോഴത്തേനും അതുവഴി ഓടിക്കണം അത്ര സേഫ് അല്ലാന്ന് തോന്നി. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ലാമയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ എടുത്തിരിക്കുകയാണ്. ഇവിടെ നല്ല ഹോം സ്റ്റേ ആട്ടോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഡോർമെറ്ററി ഇവിടെ നല്ല തണുപ്പുണ്ട്. ഏകദേശം 12,000 അടി പൊക്കത്താണ് നിൽക്കണേ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആർമി ക്യാമ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവരോട് ആദ്യം പോയി ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ സ്ഥലം തീർന്നല്ല ചോദിച്ചത്, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത്രയായില്ലേ, ഇനി നിങ്ങൾ പോകണ്ട, ഇവിടെ ഇങ്ങനെ ഹോം സ്റ്റേ ഒക്കെ ഉള്ള സ്ഥലമുണ്ട്, ഇങ്ങോട്ടേക്ക് പോരെ. അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുക എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കുക. ഭയങ്കര ഇതാണ്, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചിങ്ങവാ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. ആ ഒരു ബലത്തിൽ ഞങ്ങൾ പോന്നെ. അപ്പോൾ വന്ന് ചോദിച്ച ആദ്യത്തെ വീട് തന്നെ ഒരു ഫാമിലി ആട്ടോ ഇത്. അച്ഛനും അമ്മയും 2 പെൺമക്കളുണ്ട്, പിന്നെ ഒരു ചെറിയ ആൺകുട്ടിയുണ്ട്, അതായത് ഒരു മകളുടെ അച്ഛനും. അപ്പം ഒരു ചെറിയ ഫാമിലി, ഇത് ടിബറ്റൻ ഫാമിലി ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു ടിബറ്റൻ, ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, കൂടുതലും വിശ്വാസികളൊക്കെ കൂടുതൽ. ഈ വീടിന്റെ പൊക്കത്ത് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ നേരെ മിക്ക വീടുകളിലും അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നാളെ പകല് കാണാൻ പറ്റും, നമുക്ക് പകല് കാണാം. നമുക്കാണെങ്കിൽ ഇവരോട് ചോദിക്കാനുള്ള ഇവർക്ക് ഇതിന്റെ എന്തോ ഇവരുടെ ഭാഷ, അപ്പോൾ അതിൽ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. പിന്നെ ഞങ്ങൾ കൈയും കാലുമൊക്കെ കാണിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പറിച്ച്. പിന്നെ ഇവിടുത്തെ കൊച്ചിന് ചെറുതായിട്ട് ഇംഗ്ലീഷ് അറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ന് രാത്രി ഇവിടെ ഞങ്ങൾക്ക് കിടപ്പാടം കിട്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ രക്ഷകരായിട്ട് വരും. ഇന്നിപ്പോൾ ഇവർ നല്ല ആൾക്കാരാട്ടോ, നമുക്ക് നല്ല രീതിക്ക് റേറ്റ് കുറച്ച് തന്നു. നമ്മൾ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേയുടെ പുറമേയുള്ള ദൃശ്യം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്തായിരുന്നു. അവിടെ താഴത്ത് ഗാർഡനിൽ ഞങ്ങൾ ആപ്പിളൊക്കെ കണ്ടു. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. കാണാം. ആപ്പിൾ ഉണ്ടായി നിൽക്കണല്ല, ഇതൊന്നും മൂത്തട്ടൊന്നുമില്ല. പിന്നെ ഇത് ആപ്രിക്കോട്ട്, ഇത് ആപ്പിൾ, ഇത് ആപ്രിക്കോട്ട്, ഇതാണ് ആപ്രിക്കോട്ട്. ഇതിവിടെ ഡ്രൈ ഉണക്കിയിട്ട് വിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉണക്കിയിട്ട് വിൽക്കുന്ന പീച്ചസ് ചെറുതായിട്ട് ഉണ്ടായി തന്നെ ഉള്ളൂ കേട്ടോ. വലുതാകുമ്പോൾ ആപ്പിളിൻ്റെ നിറത്തിൽ തന്നെ ഇരിക്കും, പക്ഷെ ഇങ്ങനെ പുറത്ത് നിറയെ നാരുകൾ പോലെ ആയിരിക്കും.